മഴത്തൂര് മുംബൈയിലാണെങ്കിൽ അലീനയുടെ ആവശ്യപ്രകാരം സ്റ്റാൻലി തൻ്റെ മനസ്സ് മാറ്റുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. പാവങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്, അവരെ വേദനിപ്പിക്കരുത് എന്ന് അലീന പറയുകയാണ് എന്ന് കാണാൻ കഴിയും, സാധിക്കും. ചെക്കിടാവും അച്ഛൻ്റെ പ്രവൃത്തികളും അവരെ വേദനിപ്പിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ശാപം അച്ഛൻ്റെ തലയിൽ വരുമെന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് സ്റ്റാൻലി ചോദിക്കുമ്പോൾ അത് ശരിയാണ്, ഇപ്പം ഞാൻ പറയുന്നത് മനസ്സിലാക്കണമെന്ന് പറയുന്നു. സ്റ്റാലിന് പൈസയും താനെടുക്കുന്ന ചിന്തകളും തെറ്റാണെന്ന് പറയുന്നവരെ പിടിക്കാത്തത് കൊണ്ട് തന്നെ സ്റ്റാലിനാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അലീനയോട് ദേഷ്യം കാണിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ദേഷ്യം പെടുന്നുണ്ടെങ്കിലും അലീനയുടെ മുൻപിൽ വെച്ച് ദേഷ്യം കാണിക്കുന്നില്ല എന്ന് കാണാനായിട്ട് കഴിയും, സാധിക്കും. തുടർന്ന് നമ്മുടെ ജീപ്പിലൊക്കെ പോയിരിക്കുകയാണ് സ്റ്റാൻലി. ഒടുവിൽ ദേഷ്യപ്പെട്ട് വണ്ടി ഓടിക്കുന്ന സ്റ്റാൻലിയുടെ കൈകളിൽ അലീന തൊടുന്നതും സ്റ്റാൻലിയാണെങ്കിൽ വണ്ടി നിർത്തിയിട്ട് പറയുന്നുണ്ട്, ചെക്കിടാം ഞാൻ പണിയുന്നില്ല, പോരെ നിനക്ക് സന്തോഷമായില്ലേ എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ കുട്ടിയാണെങ്കിൽ ഞെട്ടി നിൽക്കുകയാണ്. എൻ്റെ മകൻ ലാലിച്ചനെടുക്കുന്ന തീരുമാനത്തെ ആദ്യമായാണ് ഒരാൾ മാറ്റിയെടുക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ കുട്ടിച്ചായന് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റാലിൻ്റെ പല കാര്യങ്ങളിലും അലീന മാറ്റം കൊണ്ടുവരുമെന്ന് കുട്ടി തിരിച്ചറിയുകയാണ് എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയം അലീനയ്ക്ക് വളരെയധികം സന്തോഷമാകുന്നുണ്ട്. തൻ്റെ പപ്പ നല്ല മനുഷ്യനാണെന്നുള്ളൊരു തിരിച്ചറിവ് അലീനയുടെ മനസ്സിലുണ്ടാകുന്നത് കാണാൻ കഴിയും, സാധിക്കും. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, തുടർന്ന് അലീനയാണെങ്കിൽ പപ്പയോട് നന്ദി പറയുന്നുണ്ടെന്ന് കാണാം. പപ്പ എടുക്കുന്ന നല്ല തീരുമാനങ്ങളുടെ കൂടെ എന്നും ഞാനുണ്ടാകുമെന്നും മോശം തീരുമാനത്തെ ഞാൻ എതിർക്കുമെന്നും അലീന പറയുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാൻലിക്കും വളരെയധികം സന്തോഷമാകുന്നുണ്ട്. സ്റ്റാൻലിയുടെ മനസ്സിൽ ചെറിയൊരു ദുഃഖമുണ്ട്. താൻ എന്ത് പറഞ്ഞാലും അവൾ എന്തുകൊണ്ടാണ് തന്നെ ഇങ്ങനെ എതിർത്തു കൊണ്ടിരിക്കുന്നത് എന്നുള്ള ആ ദുഃഖം. ഇതേ സമയം ആ ദുഃഖം കുറച്ച് നേരത്തേക്ക് മാറുന്ന ഒരു കാഴ്ച കാണാനായിട്ട് കഴിയും, സാധിക്കും. ഒടുവിൽ നമ്മുടെ സ്റ്റാൻലിയും അലീനയും വല്യപ്പച്ചനും തിരികെ എത്തുന്ന ഒരു കാഴ്ചയും കാണാൻ കഴിയുന്നു, സാധിക്കുന്നു. പ്രേക്ഷകരെ, ഇതിനിടയിൽ അവിടെ ഒരു വലിയ സംഭവം തന്നെ ഉണ്ടാകുന്നുണ്ട്. കടപ്പാട്ടൂർ വീട്ടിൽ തൻ്റെ മക്കൾ പാചകം ചെയ്യുന്നത് ഇഷ്ടപ്പെടാതെ വൈജയന്തി പുതിയ പാചകക്കാരിയെ കൊണ്ടുവരികയാണ് എന്ന് കാണാനായിട്ട് കഴിയും, സാധിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. വീഡിയോ ഫുള്ളായിട്ട് കാണണേ കൂട്ടുകാരെ, പ്രേക്ഷകരെ.